വെൽക്കം ടു ടേസ്റ്റി മലബാർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കാരാപ്പീര കറിയാണ്. ഇതിന് നിങ്ങളെ നാട്ടിൽ എന്താ പറയാമെന്ന് അറിയില്ല. അപ്പോൾ നമ്മളെ സ്ഥലത്ത് ഇതിന് കാരാപ്പീര എന്നാണ് പറയുക. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറമേയുള്ള ഒരു മുന പോലത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം. അതിനുശേഷം ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത പീസുകൾ ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു തവണ വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. വേവിച്ച് വെച്ച നമ്മളെ കാരാപ്പീരയിലേക്ക് ഞാൻ ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരുക്കെ തിളപ്പിച്ചെടുക്കാം. കറി നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കായ്മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡർ നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് ചേർക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന കറിയാണിത്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരു കറിയും ഒരു ഫിഷ് ഫ്രൈയും ഉണ്ടെങ്കിൽ അത് മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.